നമ്മുടെ ഫെഡറൽ ബാങ്കിന്റെ ATM കൗണ്ടർ വഴി നമുക്കിങ്ങനെ എളുപ്പത്തിൽ പൈസ വിഡ്രോ ചെയ്യാം എന്ന കാര്യത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്കിന്റെ കൂടുതൽ കാര്യങ്ങളോട് തന്നെ പോകാം. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ATM കൗണ്ടറിൽ പോയതിന് ശേഷം നിങ്ങളുടെ ATM കാർഡ് കൃത്യമായിട്ട് തന്നെ മെഷീനിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. കാർഡ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീനിൽ ഇത്തരത്തിലൊരു മെസ്സേജ് ഇവിടെ അവർ അയച്ചതായിട്ട് കാണാം. അതായത് നമ്മുടെ ട്രാൻസാക്ഷൻ കഴിയുന്നത് വരെ നമ്മുടെ ATM കാർഡ് തിരിച്ചെടുക്കാനായിട്ട് ശ്രമിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇത്തരത്തിൽ ഇവിടെ ലാംഗ്വേജ് ചൂസ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഇവിടെ ട്രാൻസാക്ഷൻ നടത്താനായിട്ട് ആവശ്യമായിട്ടുള്ള ലാംഗ്വേജ്, അപ്പോൾ അത് നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്കിവിടെ കൃത്യമായിട്ട് ചൂസ് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയുന്നതാണ്. അതിനുശേഷം നമ്മൾ ഏത് ട്രാൻസാക്ഷനാണോ ഇവിടെ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ട് തന്നെ ചൂസ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പം പൈസ വിഡ്രോ ചെയ്യാണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ രണ്ടാമതായിട്ട് വിഡ്രോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൃത്യമായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇത്തരത്തിലുള്ളൊരു ഏരിയയിലായിട്ട് അക്കൗണ്ട് ടൈപ്പ് കൃത്യമായിട്ട് തന്നെ ചൂസ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് സേവിങ്സ് അക്കൗണ്ട് ആണ്, അതുകൊണ്ട് തന്നെ സേവിങ്സ് ബാങ്ക് എന്നുള്ള ഏരിയയിൽ കൃത്യമായിട്ട് ടാപ്പ് ചെയ്യുക. അതിനുശേഷമാണ് നമ്മളിപ്പോൾ എത്ര രൂപയാണോ വിഡ്രോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്തിട്ട് താഴെയുള്ള പ്രസ് ഇഫ് കറക്റ്റ് എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്യുക. പിന്നീട് നമ്മൾ നമ്മുടെ ATM പിൻ നമ്പർ കൃത്യമായിട്ട് തന്നെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ 4 അക്ക പിൻ നമ്പർ എൻ്റർ ചെയ്ത് ജസ്റ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് താഴെയുള്ള ബോക്സിലൂടെ പൈസ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ എളുപ്പത്തിൽ നമുക്ക് ATM കൗണ്ടർ വഴി പൈസ വിഡ്രോ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ച് പോവുക.